ഓണം വിപണി ഇടപെടലിന് സപ്ലൈകോയ്ക്ക് 225 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ്. ബജറ്റ് വകയിരുത്തിയതിനേക്കാൾ 120 കോടി അധികമായി നൽകുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. അതേസമയം വിപണി ഇടപെടൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് സപ്ലൈകോ 600 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിപണി ഇടപെടലിനും സാധനങ്ങൾ വാങ്ങിയ ഇനത്തിലും കരാർ കമ്പനികൾക്ക് കുടിശ്ശിക നൽകി തീർക്കാനുമായിട്ട് മാസങ്ങൾക്ക് മുന്നേ തന്നെ സപ്ലൈകോ ധനവകുപ്പിനോട് അധിക തുക ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് 225 കോടി രൂപ മാത്രം നൽകിക്കൊണ്ട് ധനവകുപ്പ് ഒഴിഞ്ഞുമാറുന്നത്. സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനും വിപണി ഇടപെടലിനുമായിട്ട് ഏതാണ്ട് 600 കോടി രൂപയുടെ ആവശ്യമുണ്ട്. നേരത്തെ 150 കോടി രൂപ അനുവദിച്ചെങ്കിലും ഇത് ഭക്ഷ്യസാധനങ്ങൾ മുറയ്ക്കെത്തിക്കാൻ പോലും തികഞ്ഞിരുന്നില്ല. ഉത്സവകാലം അടുത്തതോടെ വിപണിയിൽ സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ട്. ഇവിടെ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ വില നിയന്ത്രണം പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. ഓണത്തിന് മുന്നോടിയായി തന്നെ ബാക്കി തുക അനുവദിച്ചില്ല എങ്കിൽ സപ്ലൈകോയിലെ ഉത്സവകാല ആനുകൂല്യ സാധനങ്ങൾക്ക് ക്ഷാമമുണ്ടാകും. നിലവിൽ പഞ്ചസാര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഓണത്തിന് മുന്നേ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. നിരവധി തവണ ഈ വിഷയം ഭക്ഷ്യവകുപ്പ് ധനവകുപ്പിനെ അറിയിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്ത് രൂക്ഷ ധനപ്രതിസന്ധി നിലനിൽക്കുമ്പോൾ 3700 കോടി രൂപയിൽ താഴെ മാത്രമാണ് കടമെടുക്കാൻ സാധിക്കുന്നത്. ജനം, തിരുവനന്തപുരം.